ആപ്കി അദാലത്തിൽ ബി.ജെ.പി. നേതാവായ രവിശങ്കർ പ്രസാദിനെതിരായ അടുത്ത കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ പാർട്ടി ജനാധിപത്യത്തെ ഹിംസ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന്. രാഹുൽ ഗാന്ധി, മല്ലികാർജുന ഖാർഗെ, കോൺഗ്രസിലുള്ള എല്ലാ വലിയ നേതാക്കളും എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഈ പ്രാവശ്യം നരേന്ദ്രമോദി ജയിക്കുകയാണെങ്കിൽ നമ്മുടെ ഭരണഘടന ഇല്ലാതാകും, പിന്നെ ഒരിക്കലും ഇലക്ഷൻ നടക്കില്ല, എപ്പോഴും മോദിജി ആയിരിക്കുമെന്ന് അവർ പറയുന്നു. മോഡിജി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഇവർ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അയാൾ കൊലയാളിയാണ്, ഇയാൾ എന്താ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഗുജറാത്ത് ബെസ്റ്റ് ഗവൺമെന്റ് ആയി മാറി. ഇപ്പൊ 10 വർഷമായിട്ട് പ്രധാനമന്ത്രിയായിരിക്കുന്നു. നമ്മൾ എക്കണോമി ലിസ്റ്റിൽ 5ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഫ്രാൻസിനെയും UK-യും മറികടന്ന് നമ്മൾ മുന്നിലെത്തിയിരിക്കുന്നു. അത് നമ്മൾ അംഗീകരിക്കണം. ഇപ്പോൾ ഇന്ത്യക്ക് വലിയ രീതിയിൽ FDI ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇന്ത്യയുടെ പ്രതിരോധവും വളരെ പവറായിരിക്കുന്നു. ഇന്ന് ഇന്ത്യയുടെ ചന്ദ്രയാൻ നമ്മുടെ ചന്ദ്രനിൽ വരെ പോയിരിക്കുന്നു. അതൊരു വലിയ കാര്യമല്ലേ? മംഗൾയാനെ കുറിച്ച് നിങ്ങൾക്കറിയാം. സോ ഇന്ത്യ ഈസ് ബിക്കമിങ് എ പേസ് പവർ ആൻഡ് മിലിറ്ററി പവർ. ഇന്ന് ഭാരതത്തിലെ കുട്ടികളൊക്കെ സ്പോർട്സിൽ എന്തുമാത്രം കഴിവ് തെളിച്ചിരിക്കുകയാണ്, എന്തുമാത്രം ഗോൾഡ് മെഡൽസ് മേടിക്കുന്നു. എല്ലാ രീതിയിലുള്ള വളർച്ചയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മോദിജിയുടെ ഭരണം കൊണ്ട് നാടിന് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. വോട്ട് മാത്രം അവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? നിങ്ങൾ തന്നെ പറയൂ രജിത് സാർ. പക്ഷേ അവരുടെ പ്രശ്നം ഇതൊന്നുമല്ല. നിങ്ങൾ ജോലി ചെയ്യും, പക്ഷെ അവരുടെ ബാങ്ക് അക്കൗണ്ട് എന്തിനാണ് ഫ്രീസ് ചെയ്യുന്നത്? അത് ഇലക്ഷന്റെ സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു. രാഹുൽ ഗാന്ധി പറയുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് പണമില്ല, ട്രെയിൻ ടിക്കറ്റ് എടുക്കാനുള്ള പണം പോലും ഇല്ലെന്ന്. അതിനെപ്പറ്റി എന്ത് പറയുന്നു? പൊളിറ്റിക്കൽ പാർട്ടിയുടെ കാശിന് ടാക്സ് ഇടാറില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഇൻകത്തിന് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അതായത് 20,000-ന് മുകളിൽ നിങ്ങൾക്ക് ഇത്രയും കാശ് ചെക്ക് മുഖേന ലഭിച്ചിരിക്കുന്നു എന്ന് കാണിക്കണം. ഇതെല്ലാം ഓഡിറ്റ് ചെയ്ത് കൊടുക്കണം. ഒരുപക്ഷെ കൊടുത്തില്ലെങ്കിൽ ആക്ഷൻ എടുക്കുക തന്നെ ചെയ്യും. കോൺഗ്രസ് പാർട്ടി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ മറന്നുപോയി. ഇത് പുതിയതായിട്ട് നടക്കുന്ന കാര്യമല്ല. സൈഡിൽ നിന്ന് ഒരുപാട് കാശ് അവർക്ക് ലഭിക്കുന്നുണ്ട്, പക്ഷെ ടാക്സ് കെട്ടാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് അവർക്കെതിരെ ഞങ്ങൾ ആക്ഷൻ എടുത്തത്. ലേറ്റായിട്ട് വന്ന ഫയലുകൾ എല്ലാം തന്നെ ഞങ്ങൾ ഫ്രീസ് ചെയ്തു. അല്ല, കോർട്ട് എന്തിനാണ് അത് റെഫ്യൂസ് ചെയ്തത്? അപ്പീൽ കൊടുത്തിട്ടും കമ്മീഷണർ അത് റെഫ്യൂസ് ചെയ്തു. IT-യും AT-യും റെഫ്യൂസ് ചെയ്തു. ഹൈക്കോർട്ട് പോലും ഈ സ്റ്റേ റെഫ്യൂസ് ചെയ്യാണ് ചെയ്തത്. ഇന്നും 2ാമത് തവണ റെഫ്യൂസ് ചെയ്തു. ഒരുപക്ഷെ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കോർട്ടിൽ നിന്ന് റിലീഫ് കിട്ടിയിട്ടില്ലെങ്കിൽ കാശിലെന്നും പറഞ്ഞ് ബഹളം വയ്ക്കുന്നത് എന്തിനാണ്? നിങ്ങളോട് എല്ലാവരോടും ഞാനൊരു കാര്യം പറയാം. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽജിയും അദ്ദേഹത്തിന്റെ അമ്മയും വെറും 50 ലക്ഷം കൊടുത്ത് 5000 കോടിക്കുള്ള പ്രോപ്പർട്ടി തങ്ങളുടെ സ്വന്തമാക്കി മാറ്റി. നാഷണൽ ഹെറാൾഡ് ഓഫീസ് ഡൽഹിയിലുണ്ട്. നിങ്ങൾക്കത് നന്നായിട്ട് അറിയുകയും ചെയ്യാം. പാറ്റ്നയിലുണ്ട്, ലക്നൌവിലുണ്ട്, മുംബൈയിലുണ്ട്, മൊഹാലിയിലുണ്ട്. അതെല്ലാം അറിയാവുന്നതല്ലേ? അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ടിക്കറ്റ് എടുക്കാൻ പോലും കാശില്ലാന്നുണ്ടെങ്കിൽ അതാരും വിശ്വസിക്കാൻ പോകുന്നില്ല. അവർ മറ്റൊരു കുറ്റവും ആരോപിക്കുന്നുണ്ട്. അത് അരുൺ ജെയ്റ്റ്ലിയെ പറ്റിയുള്ള കാര്യമാണ്. അദ്ദേഹം ഉത്തരം നൽകാനില്ലാത്തതുകൊണ്ട് ആ ചോദ്യം താങ്കളോട് ചോദിക്കുക. അദ്ദേഹം പറയുന്നത് ലാൻഡ് അക്വിസിഷൻ ആക്ട് ഉണ്ടാകുന്ന സമയത്ത് അരുൺ ജെയ്റ്റ്ലി എന്നെ വിളിച്ചിരുന്നു. അതോടൊപ്പം അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് എതിർക്കാൻ പാടില്ല, എതിർത്താൽ കേസ് ഇടുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധി കള്ളം പറയുകയാണ്. ഇത് ഞാൻ ഉറപ്പിച്ചു തന്നെ പറഞ്ഞ കാര്യമാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ പുറത്തുള്ള ആൾക്കാർ പിന്നെ എന്താണ് പറയുക? ഇന്ത്യയിൽ ഡെമോക്രസിയിൽ നിന്ന് മാത്രമേ പറയുകയുള്ളൂ, ശരിയല്ലേ? അതാണ് ഇവിടെ നടക്കുന്നത്. ഐശ്വര്യ ആരാണെന്നും എന്താണെന്നുള്ള കാര്യം വിട്ടേക്ക്. അവർ അയോധ്യയിൽ പോയിട്ടേ ഇല്ല. അവരവിടെ ഡാൻസ് കളിച്ചെന്ന് പറയുന്നു. ഇതൊക്കെ ഞാൻ എന്താ മറുപടി പറയുക? രാഹുൽ ഗാന്ധിയുടെ വാക്കിന് നിങ്ങൾ എന്തിനാണ് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? ഇതിൽ കൂടുതൽ ഞാൻ എന്താ പിന്നെ പറയുക? പിന്നെ ഇലക്ടോറൽ ബോണ്ടിനെ പറ്റി കോൺഗ്രസ് പറഞ്ഞൊരു ചോദ്യം താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്. അവരൊരു ക്യാമ്പയിനിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അവരെന്താ പറയുന്നത് വെച്ചാൽ, ആ ബോണ്ട് കാരണം നിങ്ങളൊക്കെ പണക്കാരായിരുന്നു. ഈ കുറ്റാരോപണം പൂർണ്ണമായും തെറ്റാണ്. ഇലക്ടോറൽ ബോണ്ട് രാജ്യത്തിലെ ഭരണത്തിൽ സത്യസന്ധമായ കാശ് കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. നിങ്ങൾ കാശ് കൂട്ടി വെച്ചോളൂ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ റിസർവ് ബാങ്കിന് കൊടുക്കൂ. ഈ കാശ് എല്ലാ പാർട്ടിക്കും, BJP-ക്കും ലഭിച്ചിട്ടുണ്ട്, കോൺഗ്രസിനും ലഭിച്ചിട്ടുണ്ട്, TMC-ക്കും ലഭിച്ചു, CPI-ക്കും ലഭിച്ചു, CPM-നും ലഭിച്ചു, എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. ഏത് പാർട്ടിക്കാണ് കൂടുതൽ വോട്ട് കിട്ടുന്നത് അവിടെ നോട്ടും കൂടുതൽ കിട്ടും. ജനസംഘ് പാർട്ടിയിലും ഞാനത് കണ്ടിട്ടുണ്ട്. അവർ ഓരോ കടയിലും കയറി ഇറങ്ങി 10 രൂപ വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് പാർട്ടി വലുതായി മാറി, കാശും കിട്ടുന്നു. പക്ഷേ അരുൺ ജെയ്റ്റ്ലി ഇതെല്ലാം ചെയ്തത് ബ്ലാക്ക് മണി എടുത്തുകൊണ്ട് ചെലവാക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങളായിരുന്നു ഇതൊക്കെ. അതാണ് അവിടെ സംഭവിച്ചത്. സുപ്രീം കോർട്ട് എടുത്ത തീരുമാനം വളരെ നല്ലതായിരുന്നു. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അതായത് അവരുടെ കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ, CBI-യും ED-യും എവിടെയൊക്കെ റെയ്ഡ് നടത്തുന്നുവോ അവരെല്ലാം തന്നെ ഈ ബോണ്ട് വാങ്ങിയതായിട്ടാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് എവിടെ നിന്നെല്ലാം കാശ് കിട്ടിയെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. മമതാജിയുടെ പാർട്ടിക്കും എവിടെ നിന്നെല്ലാം കാശ് കിട്ടിയെന്നുള്ള കാര്യവും ഞാൻ നിങ്ങളോട് പറയാം. ഇതൊക്കെ എന്ത് സംസാരമാണ്? നമ്മൾ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ താഴ്ന്നൊരു സംസാരിക്കാനേ പാടില്ല. ഭരണത്തിൽ ഉറപ്പായിട്ടും ചെലവുണ്ടായേക്കും. ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉറപ്പായിട്ടും കുറെ ചെലവുകളും ഉണ്ടാവും.
പ്രചാരണങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്, ഒരുപാട് സേവനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് ഈ ഭരണത്തിന് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഭരണത്തിനുള്ള കാശ് നേർ വഴി കൂടി തന്നെ വരണോ, അല്ലെങ്കിൽ വളഞ്ഞ വഴി കൂടി വരണോ? ഈ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ആലോചിക്കേണ്ടതാണ്. ജർമ്മനിയിൽ സർക്കാർ ഫണ്ടിങ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഫണ്ടിങ് ചെയ്യുന്നതെന്ന് അറിയാമോ? ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടുന്നത് അവർക്ക് കൂടുതൽ കാശും ലഭിക്കും. ഇപ്പോ രാഹുൽ ഗാന്ധിക്ക് വോട്ട് കിട്ടിയില്ലെങ്കിൽ പോലും അവർക്ക് ഒരുപാട് കാശ് കിട്ടുന്നുണ്ട്. പിന്നെന്താണ് നിങ്ങളുടെ പ്രശ്നം? പക്ഷേ തെരഞ്ഞെടുപ്പ് കളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ കയ്യിൽ പണം കുറവാണെന്ന് പറയുന്നത് സത്യമാണോ? ഇത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ തന്നെ പറയൂ. അവർ 50-55 വർഷമായിട്ട് നല്ല പവറിൽ തന്നെയാണുള്ളത്. ഇപ്പോഴും അതേ പവറിലാണ്. കോൺഗ്രസ് പാർട്ടിക്കുള്ള ഫണ്ട് പല സോഴ്സിൽ കൂടി വരുന്നുണ്ട്. എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല, നമ്മൾ എന്തിനാണ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാ ഇത്ര സംസാരിക്കുന്നത്? അതുകൊണ്ടാണ് താങ്കൾ അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുന്നത്. അത് ഞാനിന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ ഇദ്ദേഹം ഹോംവർക്ക് ചെയ്യുന്നില്ലെന്ന് താങ്കൾ പറയുന്നു. പാർലമെന്റിൽ ഇദ്ദേഹം ഹോംവർക്ക് ചെയ്യുന്നില്ലെന്ന് പറയുന്ന സമയത്ത് അവിടെയുള്ള എംപിമാരൊക്കെ അദ്ദേഹത്തിനെ വിഡ്ഢിന്ന് വിളിക്കുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, രാഹുൽ ഗാന്ധി ഹോംവർക്ക് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് ലോഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ലെന്നാണോ? ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഒരേ പ്രോഡക്റ്റ് തന്നെ എത്ര പ്രാവശ്യം ലോഞ്ച് ചെയ്യും? ഞാൻ 2004 മുതൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി വിവാസനയിൽ പോയിട്ട് തിരിച്ചു വന്നു. വെരി റിഫ്രഷായി രാഹുൽ ഗാന്ധി തിരിച്ചു വന്നു. വീണ്ടും ജയിച്ചു, എന്നിട്ട് വീണ്ടും തിരിച്ചുപോയി. സ്നേഹം എന്ന കട തുറന്നു, അതിനുശേഷം രാഹുൽ ഗാന്ധി വീണ്ടും തിരിച്ചുപോയി. എത്ര പ്രാവശ്യം വീണ്ടും ഇങ്ങനെ ലോഞ്ച് ആയിക്കൊണ്ടിരിക്കും? ഈ നാടിന് നോൺ സീരിയസ് പൊളിറ്റിക്സ് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു പക്ഷെ സീരിയസ് പൊളിറ്റീഷ്യൻ ആണെങ്കിൽ സീരിയസ് ആയിട്ട് സംസാരിക്കേ. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് പറയൂ, കാഴ്ചപ്പാടുകളെ കുറിച്ച് പറയൂ, എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് പറയൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിട്ടേക്കെ, ഞങ്ങൾ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാം. അല്ലാതെ ഇങ്ങനെ താഴ്ന്ന രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നാൽ അദ്ദേഹം എന്താ പറഞ്ഞത്? മോഡിജിക്ക് അദ്ദേഹത്തിന് നേരെ നോക്കാൻ കഴിയില്ലായിരുന്നു. ഈ പറഞ്ഞ കാര്യം തന്നെ പിന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് അദ്ദേഹം പറയുന്നു മോദിജി എന്നെ കണ്ട പേടിക്കും. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇതിലേക്ക് എന്ത് മറുപടിയാണ് പറയേണ്ടത്? 5 മിനിറ്റ് ഞാൻ പാർലമെന്റിൽ സംസാരിക്കുകയാണെങ്കിൽ ഭൂകമ്പം ഉണ്ടാവുമെന്നും പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധിയുടെ സംസാരമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിന് മറുപടി പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ട് തന്നെ ഞാൻ കേട്ടുമല്ല. പക്ഷെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹം ഇറങ്ങിപ്പോയി. എന്റെ മറുപടി ഞാൻ അതിനുശേഷമാണ് നൽകിയത്. ആ ഭൂകമ്പത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. പക്ഷെ ആ ഭൂകമ്പം ഇതുവരെയായിട്ടും വന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾ ജാഗ്രതയോടുകൂടി തന്നെ ഇരുന്നു. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അദാനിക്ക് വേണ്ടിയാണ് മോദി ജോലിയെല്ലാം ചെയ്യുന്നത്. സർക്കാർ പൂർണ്ണമായും അദാനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. പൂർണ്ണമായും തെറ്റാണ്. രാജസ്ഥാനിൽ ഗലത്തിന് സർക്കാർ ഉണ്ടായിരുന്ന സമയത്തും അദാനിയുടെ ജോലികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരുന്നു. അത് നിങ്ങൾ കണ്ടതല്ലേ? കേരളത്തിൽ CPM-ന്റെ ഭരണം ഉള്ളപ്പോഴും അദാനിയുടെ ജോലി അവിടെ നടന്നത് നിങ്ങൾ കണ്ടില്ലേ? എല്ലാവരും വായിച്ചതല്ലേ? മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോ ഓസ്ട്രേലിയയിൽ നിന്ന് മൈനിങ് ജോലി അദാനിക്ക് ലഭിച്ചില്ലായിരുന്നോ? നമ്മുടെ രാജ്യത്തിലുള്ള ഒരാൾ ബിസിനസ്സുകാരനായി വളർന്നാൽ അത് നല്ലതല്ലേ? സർ, നിങ്ങളുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്നാൽ, ഓപ്പോസിഷൻ പാർട്ടികൾ ചേർന്ന് ഇന്ത്യ അലയൻസ് ഫോം ചെയ്തിരിക്കുകയാണ്. ഈ അലയൻസിന് BJP-യെ നേരിടാനാകുമെന്ന് തോന്നുന്നുണ്ടോ? BJP-ക്ക് ആരാണ് എതിരാളിയായിട്ട് വരണ്ടെന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അത് അവരുടെ കയ്യിലുള്ള കാര്യമാണ്. പക്ഷേ ഭരണത്തിന്റെ അടിസ്ഥാനം 400 സീറ്റുകളെ ആശ്രയിച്ചാണുള്ളത്. അത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ഇപ്പോൾ ജനങ്ങൾക്കൊക്കെ നല്ല തിരിച്ചറിവുണ്ടായി. അതിനുള്ള കാരണവും ഞാൻ പറഞ്ഞു തരാം. താങ്കളുടെ അനുമതിയോടെ തന്നെ പറയാണ്. ജനങ്ങൾ സ്റ്റേബിളായ ഒരു ഗവൺമെന്റിന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു പക്ഷേ ലീഡർ നല്ലതാണെങ്കിൽ, പാർട്ടി ശരിയാണെങ്കിൽ, ഗവൺമെന്റ് സ്റ്റേബിൾ ആണെങ്കിൽ ഇന്ത്യ എവിടെ നിന്ന് എവിടെ പോകുമെന്ന് ജനങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അനുമതിയോടുകൂടി ഒരു കാര്യം പറയാണ്. ഇവിടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടന്നില്ലായിരുന്നോ? അത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ? അതും ബാലക്കോട്ടിലെ. നമ്മുടെ ഗവൺമെന്റിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കേ. സർജിക്കൽ സ്ട്രൈക്ക് നടത്തണം എന്ന് പറയുന്ന സമയത്ത് അവരെന്താണ് ചെയ്തത്? ആദ്യം പോയി ലാലുജിയോട് ചോദിക്കാമെന്ന് പറഞ്ഞു. ലാലുജിയോട് ചോദിച്ചപ്പം അതുകൊണ്ട് മുസ്ലിം വോട്ടുകളൊന്നും നമുക്ക് ലഭിക്കില്ല എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. പിന്നെ സൗത്ത് ഇന്ത്യയിൽ ചോദിച്ചപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. നമ്മൾ തോറ്റുപോകുമെന്ന് പറഞ്ഞു. 3 ദിവസത്തിനുള്ളിൽ അവർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ടെററിസ്റ്റും ഓടിക്കളഞ്ഞു. സർജിക്കൽ സ്ട്രൈക്ക് നടന്നതുമില്ല. അങ്ങനെ നടക്കൂന്ന് പറഞ്ഞു. ഒരു ലീഡർ ഉണ്ടെങ്കിൽ, ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ തീരുമാനങ്ങളും പെട്ടെന്ന് തന്നെ ലഭിക്കും. മോഡിജി അത് തന്നെയാണ് ചെയ്ത് കാണിക്കുന്നത്. മറ്റൊരു കുറ്റാരോപണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സ്റ്റേബിളായിട്ടുള്ളൊരു സർക്കാരാണ് അതും മോദിജിയുടെ സർക്കാർ. പക്ഷേ ഇത് ഹിന്ദുക്കളുടെ സർക്കാരാണ്. അതുകൊണ്ട് മുസ്ലിംസ് എല്ലാം പേടിക്കണമെന്ന് പറയുന്നു. ഹിന്ദുവായിരിക്കുന്ന ഒരു പാപമൊന്നുമല്ല. സനാതനധർമ്മത്തിൽ ജീവിക്കുന്നത് ഒരു പാപമല്ല. ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിലും ചരിത്രത്തിലും സനാതനധർമ്മമുണ്ട്. ശ്രീരാമചന്ദ്രനുണ്ട്, കൃഷ്ണനുണ്ട്, ഗീതയുണ്ട്.
നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, അമേരിക്കയുടെ ഭരണാധികാരി സത്യം ചെയ്യുന്ന സമയത്ത് ബൈബിളിന് പുറത്ത് കൈവച്ചാണ് സത്യം ചെയ്യുന്നത്. ഒരുപക്ഷെ നാടിന്റെ യഥാർത്ഥ ഭരണം തുറക്കുകയാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന് മേലിൽ ശ്രീരാമേന്ദ്രന്റെ ഫോട്ടോയുണ്ട്, കൃഷ്ണന്റെ ഫോട്ടോയുണ്ട്. പക്ഷേ അത് ഇന്ന് ചെയ്യുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമാക്കി മാറ്റും. പക്ഷേ അതിന്റെ അർത്ഥം ഇങ്ങനെ ആയിരിക്കില്ലല്ലോ. രാജ്യത്തുള്ള മുസ്ലിങ്ങൾ അവരെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരർത്ഥം. മോഡിജി പാവപ്പെട്ടവർക്ക് വീട് ലഭിക്കുന്നു പറയുമ്പോൾ മുസ്ലിങ്ങളുള്ള ഏരിയയിലൊന്നും വീട് കിട്ടത്തില്ലെന്നാണോ? ഒരുപക്ഷെ മോഡിജിയുടെ സർക്കാർ ഗ്യാസ് കൊടുക്കുമെന്ന് പറയുമ്പോൾ ഉജ്ജ്വല യോജന മുസ്ലിം സ്ത്രീകൾക്കൊന്നും ലഭിച്ചതായിട്ട് നിങ്ങൾക്ക് അറിവില്ലേ? മോദിജിയുടെ ഭരണം കൊണ്ട് ഡിജിറ്റൽ ഇന്ത്യ, ഗവൺമെന്റ് സർവീസ് സെന്റർ തുടങ്ങി, വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുത്തു. ഇതൊക്കെ എന്താ മുസ്ലിങ്ങൾക്കൊന്നും ലഭിച്ചില്ലെന്നാണ് പറയുന്നത്? ദേ നോക്കൂ, ഞാൻ പറയുന്നൊരു വലിയ കാര്യമാണ്. ഞങ്ങൾക്ക് മുസ്ലിം വോട്ട് വളരെ കുറച്ചാണ് ലഭിക്കുന്നത്. അതെന്തുകൊണ്ടാണ് കുറഞ്ഞു പോകുന്നതെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പക്ഷെ മോദിയുടെ ഗവൺമെന്റ് വരികയാണെങ്കിൽ എല്ലാവർക്കും വേണ്ടിയും ജനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രയത്നിക്കുക. അതാണ് സത്യം. 80 കോടി ജനങ്ങൾക്കും ആഹാരം കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം മുസ്ലിങ്ങൾക്ക് മാത്രം ആഹാരം കൊടുക്കില്ലെന്നാണോ പറയുന്നത്? കർഷകർക്ക് കാശ് കൊടുക്കുന്നു. 11 കോടി കർഷകർക്ക് വർഷാവർഷം 6000 രൂപ വെച്ച് കൊടുക്കുന്നു. ബട്ടൺ അമർത്തി കാശ് അയക്കുന്ന സമയത്ത് മുസ്ലിം കർഷകർക്ക് കാശ് കൊടുക്കുന്നു. എന്താന്ന് വെച്ചാൽ അവരുടെ നിയമങ്ങളിൽ നിങ്ങൾ ഇന്റർഫിയർ ആവുന്നുണ്ട്. ആവശ്യമില്ലാതെ അവരുടെ മതങ്ങളിൽ തലയിടുന്നുണ്ട്. നിങ്ങൾ മുത്തലാഖ് നിരോധിച്ചിരിക്കുന്നു. മോദിജിയുടെ നിർദ്ദേശത്തിൽ മുത്തലാഖ് നിയമം നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് എന്നെയാണ് അദ്ദേഹം ഏൽപ്പിച്ചത്. അതിനെക്കുറിച്ച് എനിക്ക് സംസാരിച്ചാൽ മതിയാകൂ. അതുകൊണ്ട് ആ തീരുമാനത്തെ ബാൻ ചെയ്യാൻ പാടില്ല. രജിസ്ട്രാർ, ഞാൻ അതേക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ എന്റെ സഹോദരിമാർ ഇരിപ്പുണ്ട്, എന്റെ മക്കൾ ഇരിപ്പുണ്ട്. 3 പ്രാവശ്യം തലാഖ് തലാഖ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ വിവാഹമോചനം. നിങ്ങൾ തന്നെ പറ, എന്താ സംഭവിക്കുന്നത്? ഭാര്യ ലേറ്റായിട്ട് എണ്ണീറ്റാൽ തലാഖ് തലാഖ് തലാഖ്. അഥവാ ചപ്പാത്തി എങ്ങനെ കരിഞ്ഞു പോയാൽ തലാഖ് തലാഖ് തലാഖ്. യുപിയിലെ ഒരു സ്ത്രീ മോദിയുടെ വാക്കുകൾ കേൾക്കാൻ പോയതിന് അപ്പോഴേ അവരുടെ ഭർത്താവ് തലാഖ് 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 പറഞ്ഞു. എന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരു യങ് IT പ്രൊഫഷണൽ വന്നായിരുന്നു. അവർ പറഞ്ഞത് കേട്ട് എന്റെ കണ്ണ് ശരിക്കും നിറഞ്ഞുപോയി. ഞാൻ IT പ്രൊഫഷണൽ ആണ്, എന്റെ ഭർത്താവ് ദുബൈയിലാണ്, എനിക്ക് 3ാമതും പറഞ്ഞത് പെണ്ണാണ്, അതുകൊണ്ട് വാട്സാപ്പിൽ തലാഖ് തലാഖ് തലാഖ്. ശരിക്കും ഇങ്ങനെ ഒരു സംഭവമില്ല. പാകിസ്ഥാനിൽ പോലും അത് നിർത്തലാക്കി. ഇറാനില്, ഇറാഖില്, ജോർദാനില്, മലേഷ്യയില്. പക്ഷെ ഇവിടെയോ? വോട്ടൊക്കെ എന്തായി? നോക്കൂ സാർ, ഈ 3 തലാഖ് നിയമം വരുമ്പോ സോണിയാജി, മായാവതിജി എല്ലാവരും അതിനെ എതിർക്കുകയായിരുന്നു ചെയ്തത്. മോദിജി ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് ചെയ്താൽ നിങ്ങൾ ജയിലിൽ പോകുമെന്ന് അവർ അപ്പോഴേ പറഞ്ഞു. ഇപ്പൊ കണ്ടില്ല, എല്ലാം കുറഞ്ഞുപോയി. അതുകൊണ്ട് 3 തലാഖ് എന്ന ഈ പാപത്തെ നമ്മളെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതും എന്തിനു വേണ്ടി? വോട്ടിന് വേണ്ടി. എന്നെ സംബന്ധിച്ച് ഇതൊരു അഭിമാനകരമായ കാര്യം. ഇലക്ഷന്റെ സമയത്ത് വോട്ടിന് വേണ്ടിയാണ് CAA പോലെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നതായിട്ട് പറയുന്നു. മുസ്ലിംസിന്റെ അടുത്ത് നിന്ന് ഡോക്യുമെന്റ് ചോദിക്കും എന്നും പറയുന്നു. അത് പൂർണ്ണമായും തെറ്റാണ്. CAA 4 വർഷങ്ങൾക്ക് മുമ്പ് പാസ്സായതാണ്. CAAയും ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ഞാൻ വീണ്ടും രജിത് ശർമ്മ സാറിന്റെ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്യുകയാണ്, ഞാൻ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ, MP എന്ന നിലയിലും ഫോർമർ ലോ മിനിസ്റ്റർ എന്ന നിലയിലും ഞാൻ പറയുകയാണ്, CAAയ്ക്കും മുസ്ലിങ്ങൾക്കും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല. ഇത് പൂർണ്ണമായും അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശിലുള്ള ഹിന്ദുസ്, സിഖ്, പാർസി, ക്രിസ്ത്യൻസ് ഇന്ത്യയിൽ വരാൻ വേണ്ടിയിട്ടുള്ള നിയമമാണിത്. പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്കെതിരായിട്ട് ക്രൂരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഹിന്ദു പെൺകുട്ടികളെ ഫോഴ്സ് ചെയ്ത് അവർ കല്യാണം കഴിക്കുന്നുണ്ടോ? നിങ്ങൾ പറയേ. ബംഗ്ലാദേശിലും ഇതും നടക്കുന്നില്ലേ? അവരൊക്കെ എവിടെ പോകും? ഇന്ത്യയിലേക്കല്ലേ വരാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ വായിച്ചിട്ടില്ലേ? നമുക്ക് എന്തുകൊണ്ട് അവർക്ക് അഭയം കൊടുക്കാൻ പറ്റുന്നില്ല? രോഹിംഗ്യയിലെ കുടിയേറ്റക്കാർക്ക് അവർക്കും റെഫ്യൂജി സ്റ്റാറ്റസ് കൊടുക്ക്, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇവർക്ക് കുടിയേറ്റ നിയമം കൊടുക്കാൻ പാടില്ലെന്ന് പറയുന്നത് ശരിയല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇത്തവണ BJPയിലുള്ളവരൊക്കെ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ളത് തീർച്ചയായും 400 സീറ്റുകൾ കിട്ടുമെന്ന് പറയുന്നു. അതിന് പുറകിൽ എന്താണുള്ളത്? അതെങ്ങനെ സാധിക്കും? നിങ്ങൾ തന്നെ ഇവിടെ നടത്താനായിട്ട് വേറെന്താണ് നടക്കുക? വോട്ടേഴ്സ് നോക്കൂ, 2014 അവർ ജയിച്ചിരുന്നെങ്കിൽ ഗവൺമെന്റ് സ്റ്റേബിൾ ആയിരിക്കുമോ? ഭരിക്കാനുള്ള ഒരു ശക്തി അവർക്കുണ്ടാകുമോ? അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. ഞങ്ങൾക്ക് ഏകദേശം 282 സീറ്റ് ലഭിച്ചു. 2019 എന്താ പറഞ്ഞത്? ഞങ്ങൾ ജയിച്ച് ഞങ്ങൾക്ക് മജോറിറ്റി ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് 303 സീറ്റ് ലഭിച്ചത്. അപ്പോൾ 10 വർഷം കൊണ്ട് ജനങ്ങൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു, ഞങ്ങൾ ഒരുപാട് സേവനങ്ങൾ ചെയ്തു. അപ്പോൾ ഉറപ്പായും ജനങ്ങളുടെ അനുഗ്രഹം ലഭിക്കും. അതിലെനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഇത് ശരിക്കും ഇന്ത്യയുടെ മാറ്റത്തിനുള്ള സമയമാണിത്. ഇന്ത്യ ഒരു മഹത്തായ ശക്തിയായി മാറുന്നു. റോൾ ഫോർ ദ വേൾഡ്. ഇന്ത്യ ഇനിയും വളരണമെന്ന് ലോകം ആഗ്രഹിക്കുന്നു. അതായത് സ്റ്റേബിൾ വേൾഡിന് വേണ്ടിയിട്ട് ഇന്ത്യ ഇനിയും വളരണം. മോദിജി ലോകത്തിന്റെ നേതാവാണ്, അതല്ലേ സത്യം? ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ 4-ാം തീയതിക്ക് ശേഷം പറയാം. ശർമ്മജി, നിങ്ങൾ അപ്പോൾ ഫോൺ ചെയ്യൂ, ബാക്കി ഞാൻ അന്നേരം പറയാം.